നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിർണായകമായ ചോദ്യം, ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭരണകക്ഷി നേതാവ് 60 ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണം, ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന സംശുദിന്റെ ഒരൊറ്റ ചോദ്യം. ഇതിന് മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണെന്ന് നോക്കാം. PSC അംഗ നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. PSC അംഗങ്ങളെ നിയമിക്കുന്നതിൽ വഴിവിട്ട രീതിയിലൊന്നും നടക്കാറില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. തട്ടിപ്പ് നടന്നാൽ അതിന് തക്ക നടപടിയെടുക്കും. PSCയെ അപകീർത്തിപ്പെടുത്താൻ ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ നടക്കുന്നുണ്ട്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. PSC അംഗത്വം CPM തൂക്കി വിൽക്കുന്നുവെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആരോപിച്ചു. കോഴിക്കോട് CPMൽ മാഫിയകൾ തമ്മിലുള്ള തർക്കം നടക്കുകയാണെന്നും അതിനോടനുബന്ധിച്ചാണ് ഈ വിവരം പുറത്തുവന്നതെന്നും ഇത്തരം എല്ലാ ഇടപാടിലും മന്ത്രി മുഹമ്മദ് റിയാസിന് പങ്കുണ്ടെന്നും പ്രവീൺ കുമാർ ആരോപിച്ചു. കോടതി നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം വേണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണം. മുഖ്യമന്ത്രിയുടെ കീഴിൽ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല. CPM സഖാക്കൾക്ക് പണത്തിന് ആർത്തി കൂടുന്നുവെന്ന് MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു. അതിനോട് ചേർത്ത് വെച്ച് വേണം അഴിമതി ആരോപണത്തെ കാണാനെന്നും പ്രവീൺ കുമാർ ആരോപിച്ചു. ആരോപണത്തിൽ സത്യം തെളിയിക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ടെന്നും സർക്കാരിനും ബാധ്യതയുണ്ടെന്നും CPM നടത്തുന്ന അഴിമതി മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നും ഇനിയും അഴിമതികൾ പുറത്തു വരാനുണ്ടെന്നും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കുറ്റപ്പെടുത്തി. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPM നേതാവ് കോഴ വാങ്ങിയെന്നാണ് ആരോപണം. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിയാണ് കോഴ വാങ്ങിയതെന്നാണ് ആരോപണം. സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടിക്ക് 4 അംഗ കമ്മീഷനെയും CPM നിയോഗിച്ചു. കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ CPM CITU പദവികളിൽ നിന്ന് നീക്കാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് വാങ്ങിയ 22 ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നാണ് പരാതി. CPMലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പ്രമോദെന്നും ആരോപണമുണ്ട്. CITU നേതാവ് അടക്കമുള്ള 4 അംഗ കമ്മീഷനെയാണ് പ്രമോദിനെതിരായ നടപടിക്ക് പാർട്ടി നിയോഗിച്ചത്. നിലവിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രമോദ്. വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല. അതേസമയം ഇതിനിടയിൽ മറ്റൊരു വിവാദം കൂടി ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ നിയമനവുമായി ബന്ധപ്പെട്ടൊരു വിവാദം ശക്തമാകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലും ചട്ടവിരുദ്ധ നിയമനം നടന്നുവെന്നാണ് ഈ ഒരു വിവാദത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമനത്തിൽ അക്കൗണ്ട് ജനറൽ വിശദീകരണം തേടി. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും വിരമിച്ച CJ സുരേഷ് കുമാറിന് അതേ തസ്തികയിൽ വീണ്ടും നിയമനം നൽകുകയായിരുന്നു. പുനർനിയമന വ്യവസ്ഥ ലംഘിച്ചാണ് ഈ നിയമനം എന്നാണ് ആരോപണം. കോടതി ഉത്തരവും ചട്ടവും പാലിക്കപ്പെട്ടില്ലെന്ന് അക്കൗണ്ട് ജനറൽ വ്യക്തമാക്കി. പുനർനിയമനം നൽകണമെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് ചട്ടം. എന്നിരിക്കെയാണ് പുനർനിയമനം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആരോപണം കൂടി ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.